നമ്മളുടെ ആക്ഷൻ പാർട്ടിലേക്ക് നമ്മൾ മാറ്റുക കൂടി വേണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് വളരെ വലിയൊരു മഹത്തായ ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സക്സസ്ബറി ഗ്ലോബൽ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ. ഈ ഒരു അവസരത്തിൽ സക്സസ്ബറിയുടെ ഫൗണ്ടേഴ്സ് ഫാമിലി മനോജ് സാറിനും ലതാ മാഡത്തിനും കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ ടീംസിനും എൻ്റെ ലവ് ലൈൻസിലൊക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ഒരു മഹത്തായ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ ജീവിത സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു അവസരമാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയിലൂടെ സക്സസ്ബറിയിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു ലക്ഷ്യം നമ്മളുടെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള അറിവും വിശ്വാസവും വളരെ അത്യാവശ്യമാണ്. അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സക്സസ്ബറി ഗ്ലോബൽ എല്ലാ തിങ്കളാഴ്ച തൊട്ടിട്ട് വെള്ളിയാഴ്ച വരെ രാവിലെ 7 മണിക്ക് ഈ ഒരു ലേണിംഗ് സീരീസ് നമുക്ക് വേണ്ടി നൽകുന്നത്. ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതില് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതാണെന്നുള്ള കുറച്ച് ബോധ്യത്തോടു കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു മീറ്റിംഗിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നോട്ട് ചെയ്യുകയും അത് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുകയും വേണം. ഈ ഒരു ബിസിനസ് നമ്മുടെ കരിയർ ആയിട്ട് നമ്മളൊരു പ്രൊഫഷൻ ആയിട്ടൊക്കെ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഇവിടെ എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളുടെ ജീവിതം തന്നെയാണ് നമ്മളുടെ എക്സാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളാണ് പ്രിപ്പയർഡ് ആവേണ്ടത്. നമ്മളെ ആരും ബാക്കിൽ നിന്നോ മുന്നിൽ നിന്നോ ഒന്നും സ്വന്തം തീരുമാനം എടുക്കാതെ ഒരിക്കലും വേറെ ഒരാൾ വന്നിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ടാവില്ല. നമ്മൾ തന്നെ തീരുമാനം എടുത്ത് തീരുമാനത്തിൽ ഉറച്ചു നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവേണ്ടതാണ്. അതിനുള്ള എല്ലാ അവസരങ്ങളും സക്സസ്ബറി നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ വളരെ സേഫ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടൈം നമുക്ക് തന്നെയാണ് വേസ്റ്റ് ആവുന്നുണ്ടാവുക. അതുണ്ടാവാതിരിക്കട്ടെ. അങ്ങനെയുള്ള ആളുകളല്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാണ്. ഓക്കെ, അപ്പൊ നമ്മള് നിരവധി ലീഡേഴ്സ് നമുക്ക് ഈ ഒരു സീരീസിലൂടെ അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലയേഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈനംദിനം പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഗ്രേറ്റ് ലീഡർ ഇസ്മായിൽ സാറുടെ ഒരു ഹൈ ഫ്ലയേഴ്സ് മീറ്റിംഗിൽ തന്നെ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സാറ് സംസാരിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ബിസിനസ് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ് എന്നുള്ളത് അല്ലെ. അതായത് നമ്മളുടെ മുമ്പേ പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ അപ്ലൈ ലീഡേഴ്സ്, ഒരുപാട് അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ഇഷ്ടം പോലെ നമുക്ക് മൈ ലൈഫ് സ്റ്റൈലിലും സക്സസ്ബറി ഗ്ലോബലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അവര് ചെയ്തിട്ടുള്ള, അവര് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾക്ക് എത്താനുള്ള ദൂരം നമ്മൾ അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ്സിൽ ഡ്യൂപ്ലിക്കേഷൻ വളരെ വലിയൊരു പ്രാധാന്യം ഉണ്ട്. കാരണം സാധാരണ മറ്റുള്ള ബിസിനസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നമ്മൾക്ക് അവരുടെ എന്താ പറയാ, ഒന്നാമത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ആരും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഒരു സിസ്റ്റമാറ്റിക്കലി അല്ലാത്തത് കൊണ്ട് തന്നെ അതിലൊക്കെ വലിയ പാഴ്ചകൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതെ നല്ലൊരു സിസ്റ്റത്തിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയ രീതിയിൽ നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഈ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതെന്നും കൂടി നമ്മൾ അറിയണമല്ലോ അല്ലെ. എന്തെങ്കിലും അപ്പൊ ഒരു ആള് ഉണ്ട്, അയാളുടെ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ പ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള വാക്കിൽ ആദ്യം തന്നെ വരുന്ന അക്ഷരം ഡി എന്നുള്ള ലെറ്റർ ആണ് അല്ലെ. ഡി എന്നുള്ള ലെറ്റർ കൊണ്ട് ഈ ഡ്യൂപ്ലിക്കേഷനിൽ ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ ആണ്.
അതായത് മര്യാദ അല്ലെ, അച്ചടക്കം എന്നൊക്കെ പറയും. അപ്പൊ നമുക്കറിയാം മദ്രസകളിലൊക്കെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന പാഠം തന്നെ അദബ് എന്നുള്ളതാണ്. മര്യാദ വേണം എല്ലാ കാര്യത്തിലും, എവിടെയാണെങ്കിലും നമ്മളൊരു മര്യാദയോട് കൂടിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ചിട്ടയായിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ മര്യാദകളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളത് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മളിലേക്ക് ഈ ബിസിനസ് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസിന്റെ രീതികൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ് മേഖലയിലോ ഒന്നുമില്ലാത്ത എന്നെ പോലെ ഹൗസ് വൈഫുമാരോ, അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ആളുകളാണ് ഈ ഒരു അവസരത്തിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ നേരത്തെ നമ്മളുടെ ലൈഫിൽ നിന്നും നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് മാറുന്ന സമയത്ത് ഈ ബിസിനസിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അച്ചടക്കം നമുക്ക് പാലിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് GTSിൽക്കൊക്കെ നമ്മൾ ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ GTSന്റെ ആ ഒരു വേദിയിൽ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഹാളിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മര്യാദകളുണ്ട്. അതൊന്നും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ കൂടെ കൊണ്ടുവന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പിന്നെ സ്റ്റേജിലേക്ക് ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന രീതിയിലാവണം നമ്മൾ പ്രോസ്പെക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെ നമ്മൾ ഇരുത്തേണ്ടത്. അധികം ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വളരെ ബാക്കിൽ പോയിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ബാക്കിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ എണീറ്റ് നടക്കുന്ന ആളുകള്, അങ്ങനെ ഒന്നും ഉണ്ടാവാതെ നമ്മൾ എന്തിനാണോ ചെന്നിട്ടുള്ളത് ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൂടെ വന്നിട്ടുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളും അതുപോലെ ആയിരിക്കണം. പല ആളുകളും എന്താ പറയാ, എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊക്കെ സ്റ്റേജിൽ പറയുന്ന സമയത്ത് അതിനെ കുറിച്ച് ഭയങ്കര ചർച്ചയാവും ഈ GTSിൽ വെച്ചിട്ട്. അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ GTS കേൾക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ചർച്ചകൾ നമുക്ക് വരേണ്ടതുള്ളൂ. അപ്പൊ അത് പ്രത്യേകം GTSിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ ശ്രദ്ധയും നമ്മളുടേതും നമ്മളുടെ കൂടെ വന്നിട്ടുള്ള ആളുകളുടേതും ഫുൾ ശ്രദ്ധ ആ ഒരു ഹാളിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എണീറ്റ് നടക്കുന്നത് ഒഴിവാക്കുക, അതുപോലെ വെറുതെ സംസാരിക്കുന്നത് ഒഴിവാക്കുക. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ചെറിയ കുട്ടികളാവുമ്പോൾ അത് മറ്റുള്ളവരുടെ ഒക്കെ ശ്രദ്ധ പോവാനും അവര് ഡിസ്റ്റർബ് ആവുമ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ GTS എന്നുള്ള ഹാളിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള അച്ചടക്കങ്ങളാണ്. പിന്നെ നമ്മൾ 1 to 1 ആയിട്ട് ഇപ്പോൾ ലീഡറിനെ നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. നമ്മളൊരു പ്രോസ്പെക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലീഡറെ വിളിച്ച് നമ്മൾ പോയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഫോണിലൊക്കെ കളിച്ച് അപ്പുറത്തോ അപ്പുറത്തോ മാറി നിൽക്കുക. ഇവരതെല്ലാം ചെയ്തോളും, അതല്ലെങ്കിൽ അവരൊന്ന് പരിചയപ്പെടുത്തി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് ഇനി എല്ലാം ലീഡർ ആയിക്കോളും എന്നുള്ളൊരു ചിന്തയിൽ ഇനി ആ മീറ്റിംഗ് കഴിഞ്ഞ് അവർക്ക് ബോധ്യപ്പെട്ടാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലീഡർ തന്നെ മാത്രം ചെയ്യണം. അതൊക്കെ ലീഡറല്ലേ അവരോട് പറഞ്ഞത്, ഇനി ലീഡർ തന്നെ വന്ന് ചെയ്യട്ടെ. അങ്ങനെയല്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞ പ്രോസ്പെക്റ്റിനെ നമ്മള് ലീഡർ ഒരു മാധ്യമം മാത്രമാണ്, അവർക്ക് കൺവിൻസിങ് ആവാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ലീഡറോട് നമ്മൾ ഇനി എന്താണ് ഞാൻ അവിടെ ചെയ്യേണ്ടത് അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ താഴെ വരുന്ന ആളുകളെ ലീഡ് ചെയ്യേണ്ടത് അവരുടെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ അടുത്താണെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആണ് നമ്മൾ അവിടെ പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ പല സമയത്തും നമ്മൾ കാണുന്നത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു 1 to 1 മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് യാതൊരു ടൂൾസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതെല്ലാം ലീഡറുടെ ഉത്തരവാദിത്തം മാത്രമായിരിക്കും. അത് പാടില്ല. ലീഡർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അവിടെ പോകുന്ന സമയത്ത് ഇന്നാലിന്റെ സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം എന്ന് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ലീഡറോട് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഒരു അച്ചടക്ക രീതിയാണ്. ഇനി വേറെ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ ആഴ്ചയിലൊക്കെ സംഘടിപ്പിക്കുന്ന NDO പ്രോഗ്രാമുകളിലൊക്കെ വരുന്ന സമയത്ത് ലീഡർമാർ നമ്മളോട് പറയും പുസ്തകം വേണം, പേന വേണം, നോട്ട് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ പറയും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോ ആ കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനും നമുക്കിത് പഠിക്കാൻ. NDO എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലീഡർമാരെ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത്, എണീറ്റ് നിൽക്കാൻ വേണ്ടി പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സംസാരിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, എനിക്ക് പറ്റൂല, അധികം ആളുകൾ എനിക്ക് പേടിയാണ്, ഞാൻ NDOയിൽ വരൂല, എന്നോട് ചോദ്യം ചോദിക്കും, അങ്ങനൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് അത്ര ആദ്യമൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ
സാധാരണ വീട്ടമ്മ എന്നുള്ള നിലയിൽ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് യാതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു മേഖലയിലാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ എന്റെ ലീഡേഴ്സ് എന്നോട് പറയുന്ന സമയത്ത് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എങ്കിലും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അതിനുള്ളൊരു അറ്റംപ്റ്റ് നടത്തുമായിരുന്നു. അത് നടത്തിയതുകൊണ്ടാണ് ഇന്ന് എനിക്ക് അൽഹംദുലില്ലാ ഇതുപോലെയെങ്കിലൊക്കെ ഒരു കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ എണീറ്റ് നിൽക്കാനും സംസാരിക്കാനും ഇതുപോലൊക്കെ പറ്റിയിട്ടുള്ളത്. നമ്മൾ അന്ന് കാണിച്ചിട്ടുള്ള ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മുമ്പോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളതിൽ ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ ഡി എന്നുള്ള അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ ആണ്. നമ്മളുടെ ജീവിതത്തില് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് അച്ചടക്കങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതും വേണമല്ലോ, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ആളുകൾ വേണം, നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ടീമിനെ നമുക്ക് താഴെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു അക്ഷരം ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളതിൽ യു എന്നുള്ള അക്ഷരമാണ് വരുന്നത് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആണ് വളരെ വലിയൊരു ഇതാണല്ലേ. അണ്ടർസ്റ്റാൻഡ്, തമ്മിൽ പരസ്പര മനസ്സിലാക്കി പ്രവർത്തിക്കണം അല്ലെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. നമ്മളിതൊരു സക്സസ്ഫുറി ഗ്ലോബൽ എന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ നമ്മളെല്ലാവരും പരസ്പരം ബന്ധത്തിൽ പോവേണ്ട ആൾക്കാരാണ്. നമ്മൾ ലീഡേഴ്സിനെ മനസ്സിലാക്കണം, ലീഡേഴ്സ് ഡൗൺലൈനെയും മനസ്സിലാക്കണം. അപ്പോ ഈ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലീഡേഴ്സിനെ ആണെങ്കിലും ഡൗൺലൈൻസ് ആണെങ്കിലും അവരുടെ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം അല്ലെ. എല്ലാവരും മനുഷ്യന്മാരാണ്. ഇതിൽ നമ്മൾ അപ്ലൈനായി വന്നതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തതൊന്നല്ല. അവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അവരുടേതായിട്ടുണ്ട്. എങ്കിലും അവരെല്ലാ ഉത്തരവാദിത്വം നമ്മൾ താഴെയുള്ള ഏതൊരാളും എന്ത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നടത്തി തരുന്നുണ്ടാവും. അത് അവരുടെ ആ ഒരു റിസ്ക് ടൈമിലാണെങ്കിലും അവരത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അപ്പോ വല്ലപ്പോഴും ലീഡർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് നടത്തിയിട്ടില്ലെങ്കിൽ അതിനെ കുറ്റം പറയുന്നതിന് പകരം ആ ലീഡറുടെ സിറ്റുവേഷനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു ലീഡർ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വേറെ നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവും. അവരിലേക്ക് നമ്മൾ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുക. അതാണ് ഇതിനുള്ള ഒരു എളുപ്പം. ഓൺലൈനായിട്ട് മനസ്സിലാക്കി എങ്ങനെയാ പല കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മുടെ കൂടെ വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവര് ചില ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും, ചില ആൾക്കാര് പിന്നെ എന്താ പറയാ വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടി ആരോടും കൂടുതൽ സംസാരിക്കാത്ത ആളുകൾ ഉണ്ടാകും. പക്ഷെ അവരിലൊക്കെ എല്ലാവരിലും ഓരോ കഴിവുണ്ട്. ഇപ്പൊ ഞാൻ എന്നുള്ള വ്യക്തിയിൽ ഇത്തരം കഴിവുകളൊക്കെ ഉണ്ട് നിസ്മൽ സാറൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് എനിക്ക് ഇതുപോലെ എന്നിലുള്ള ഒരുപാട് കഴിവുകളെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. നമ്മൾക്കുള്ളിൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും. എനിക്ക് പറ്റുന്നുണ്ടാവില്ല, വേറൊരാൾക്ക് പറ്റുന്നുണ്ടാവുക. പക്ഷെ ഓരോരുത്തരിലുള്ള കഴിവുകളെ മനസ്സിലാക്കാൻ പറ്റുക, അതുപോലെ അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. ഇപ്പൊ എന്താണ് ലേഡീസ് ആണ് നമ്മളുടെ കൂടെ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലെ അവർക്ക്. സോറി ഒരു മിനിറ്റ്. ഒരുപാട് ലിമിറ്റേഷൻസ് ലേഡീസിന് ഉണ്ടാവും. ഫാമിലിയിൽ നിന്നും ബിസിനസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികള് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല. അവരുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ് ലേഡീസ് പ്രത്യേകിച്ചും. അപ്പൊ അവരുടെ നമ്മുടെ ടൗൺലൈൻ ഒരു ലേഡീസ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ജെൻസിന്റെ ഉത്തരവാദിത്വം ലേഡീസിന്റെ ഉത്തരവാദിത്വം വളരെ വ്യത്യാസമാണ്. അവരുടെ കപ്പാസിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്താ അവർക്ക് ചെയ്താലും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവരുത്. അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു അക്ഷരം എന്താന്ന് വെച്ചാല് പി എന്നുള്ള അക്ഷരമാണ് അല്ലെ. ഡി നമ്മൾ പറഞ്ഞു ഡിസിപ്ലിൻ, യു പറഞ്ഞു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത്. ഇനി അടുത്ത അക്ഷരം വരുന്നത് ഡ്യൂപ്ലിക്കേഷനിൽ പി എന്നുള്ള അക്ഷരമാണ്. പി എന്നുള്ള അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ് ആണ്. നമ്മൾ ഈ ബിസിനസ്സിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് പ്ലാനിങ് അല്ലെ. നമുക്ക് എവിടുക്കാ പോവേണ്ടതെന്നുള്ള വഴി അറിയില്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തുന്നുണ്ടാവില്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് പോവാനുള്ള പ്ലാന് നമ്മളുടെ കയ്യിൽ തന്നെ വേണം. അതിന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ ലീഡേഴ്സുമായിട്ട് മെന്റേഴ്സുമായിട്ട് ഇരുന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്ലാന് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ ഡെയിലി പ്ലാന് നമുക്ക് ആവശ്യമാണ്.
വീക്ക്ലി പ്ലാൻ ആവശ്യമാണ്, മന്ത്ലി പ്ലാൻ ആവശ്യമാണ്, ഇയർലി പ്ലാൻ ആവശ്യമാണ്. നമുക്കൊരു പർപ്പസ് നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ആ പർപ്പസിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ളത് കൃത്യമായ പ്ലാൻ ഇല്ല എങ്കിൽ നമ്മൾ വഴിയിൽ വെച്ചിട്ട് നമ്മളുടെ യാത്ര ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു അവസരം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മൾ പോവൽ അത്യാവശ്യമാണ്. അപ്പൊ മൂന്നാമത്തെ അക്ഷരം പി ആണ്. പ്ലാനിങ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന അക്ഷരാണ് എല്ല്. ഡ്യൂപ്ലിക്കേഷൻ എന്നുണ്ടെങ്കിൽ എല്ലാണ്. എല്ല് എന്ന് പറഞ്ഞാല് നമുക്ക് ലേണിങ് അല്ലെ. അതാ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ട് ഒന്നുമില്ല. നമുക്ക് ഈ ഒരു പ്രോഗ്രാം തന്നെ ലേണിംഗ് സീരീസ് ആണല്ലോ അല്ലെ, പഠിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഈ ലേണിംഗ് എന്നുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ വരുമ്പോൾ നമ്മളുടെ തന്നെ പ്രത്യേകിച്ച് എല്ലാ ലീഡേഴ്സും പറയാറുണ്ട്, പിന്നെ നമ്മൾ അൺലേൺ ആൻഡ് റീലേൺ എന്നാണ്. ഇതുവരെ പഠിച്ചതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? മറക്കുക. ഇനി പുതുതായിട്ട് നമ്മൾ പഠിക്കുക. അതായത് നമ്മൾ ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളല്ല, നമ്മളിപ്പോ അല്ലെങ്കിൽ പ്രവർത്തിച്ച കാര്യങ്ങളല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പുതിയതായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പുതിയതായിട്ടുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ സക്സസ്ഫറി ഗ്ലോബല് നമുക്ക് ഡെയിലി ഓൺലൈനായിട്ടും ഓഫ്ലൈനില് നമുക്ക് എൻഡിഒ പ്രോഗ്രാമുകളായിട്ടും ഫോക്കസ് മീറ്റിങ്ങുകളായിട്ടും വളരെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒരുപാട് നമ്മുടെ ലീഡേഴ്സ് സംഘടിപ്പിക്കുന്നുണ്ടാകും. അതിലേക്കൊക്കെ നമ്മളെ അത് അറിയുന്ന സമയത്ത് നമ്മൾ എവിടെയാണെങ്കിലും അവിടെ പോയിട്ട് നമ്മൾ ഓരോ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ. വെറുതെ ഒരു നമ്മൾ കുട്ടികളായിരുന്നപ്പോ സ്കൂളിൽ പോയി വന്നിരുന്ന പോലെ അല്ല ഇപ്പൊ നമ്മൾ പോകുന്നത്. നമ്മുടെ ടൈമിന് വളരെ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പറയുന്ന കാര്യങ്ങൾ, അവിടെ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ആക്ഷൻ പാർട്ടിലേക്ക് കൊണ്ടുവരണം. പ്രത്യേകിച്ചും അത് നമ്മൾ പഠിക്കുക വേണം അല്ലെ. അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടി വരും? പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടി വരും. പ്ലാന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മുടെ സിസ്റ്റം എന്തൊക്കെയാണെന്ന് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ 5 ഫിംഗേഴ്സ് റൂള്, പിന്നെ 4 ബേസിക്, വെറി 007 ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ മുമ്പോട്ട് പോവാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. ലേണിംഗ് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള യുക്തിക്ക് അനുസരിച്ചിട്ട് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന ഒരു അക്ഷരാണ് പിന്നെ ഐ അല്ലെ. അതായത് ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളതിൽ ഡിസിപ്ലിൻ പറഞ്ഞു, പിന്നെ യു എന്നുള്ളത് നമ്മള് പിന്നെ അണ്ടർസ്റ്റാൻഡ് പറഞ്ഞു, ഈ പ്ലാൻ ആണെന്ന് പറഞ്ഞു, എല്ല് ലേണിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അടുത്തത് ഐ ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. നമ്മളെ കുറിച്ചിട്ട് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ വേണം. നമ്മളിലുള്ള കഴിവുകൾ എന്തൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ടീമിന്റെ നീഡ് എന്താന്നുള്ളതും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ടീമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഓരോ ആളുകളും വ്യത്യസ്ത കാറ്റഗറിയിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ ഒരേ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. അപ്പോഴാണ് അത് ടീം ആവുന്നുള്ളത്. ഒരേ ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരേ തീരുമാനത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ആണ് പല പ്രവർത്തനങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ അതൊരു ടീം വർക്കായിട്ട് മാറുന്നു. അപ്പൊ അതില് നമുക്ക് ഓരോരുത്തരുടെയും നീഡ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ കഴിവ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ കഴിവിനെയും ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ എവിടേക്കാ പോകുന്നത് എന്നുള്ളത് ഐഡന്റിഫിക്കേഷൻ വേണം. അപ്പൊ നമ്മളിലുള്ള നമ്മളെ തിരിച്ചറിയാം. അതുപോലെ തന്നെ നമ്മളുടെ ടീമിൽ വരുന്ന ഓരോരുത്തരെയും മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നീഡൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള ഈ കാര്യത്തിൽ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തതാണ് സി എന്നുള്ള അക്ഷരം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മളെ ഒരു മീറ്റിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഈ ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ തീരുമാനമൊക്കെ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മളുടെ ടീം. അപ്പൊ അതിൽ ഏറ്റവും മുകളിലുള്ള ആള് നമ്മളാണ് അല്ലെ. അപ്പൊ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു ടാസ്ക് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത കാര്യമല്ലേ നമുക്ക് താഴെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്രിയേഷൻ എന്നുള്ളത് നമ്മളിൽ നിന്ന് ഉണ്ടായിരിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. സക്സസ് എന്നുള്ളത് ചിലപ്പോ വലിയ സക്സസ്, ഇപ്പൊ നമ്മളൊരു ഡയമണ്ട് ആവുക അതൊന്നും ക്രിയേറ്റ് അങ്ങനെയല്ല. ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിന് പറ്റണം. അതിൽ എന്താവാം,
ഇതുപോലെ തന്നെ പ്രസന്റേഷൻസ്, പ്രൊഡക്റ്റ് പ്രസന്റേഷൻസ്, പ്ലാൻ പ്രസന്റേഷൻസ്, മറ്റു നമുക്ക് ഏതൊരാളുടെ മുമ്പിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് നമ്മുടെ ഡൗൺലൈൻസിന് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നൊരു അവരുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കാനുള്ള അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് നമ്മളെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ ആരും വരുന്നു വിചാരിക്കരുത്. നമ്മളൊക്കെ പലപ്പോഴും എന്താണ് വേഗം അപ്ലൈനെ കുറ്റം പറയാണ് ചെയ്യല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് ഇങ്ങനെ ആയത്, അത് അവരുടെ ആ കുറ്റം കൊണ്ടാണ് ഈ കുറ്റം കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളാണ് നമ്മളുടെ എല്ലാ ക്രിയേഷന്റെ ഉത്തരവാദിത്വം. നമ്മളിൽ നിന്നാണ് നമ്മളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു ക്രിയേറ്റർ ആയിട്ട് മാറിയെങ്കിലേ ഉള്ളൂ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ ഞാനൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആദ്യം ഞാൻ ഈ ഒരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു 15,000 രൂപന്റെ ഒരു പർച്ചേസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞത് 35,000 ആയിരുന്നു. അപ്പൊ ഞാനത് ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഹസ്ബൻഡ് ഒരിക്കലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് എന്റേതായിട്ടുള്ള ഒരു റിസ്കിൽ ഞാൻ അത് ചെയ്തപ്പോ എനിക്ക് ധൈര്യം വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജുനൈദ് സാറോട് 35,000 പർച്ചേസ് പറഞ്ഞു. ആ 35,000 പർച്ചേസ് പറഞ്ഞ സമയത്ത് അതിനുള്ള ക്യാഷ് ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ അതെനിക്ക് കടമായിട്ടാണ് അന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ഈ കട എന്നാണ് തിരിച്ചു തരേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു വർഷത്തെ സമയമാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് പലവട്ടം വാങ്ങിയിട്ട് 3 മാസമായപ്പോഴേക്കും അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു, ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് എനിക്ക് വഴങ്ങും. കാരണം ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ മുമ്പ് ഒരുപാട് സംഭവത്തിന് എനിക്ക് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നും മൂപ്പര് ആഗ്രഹിച്ച രീതിയിലോ അല്ലെങ്കിൽ തിരിച്ചൊന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ഒരു ഫീൽഡില് അതൊക്കെ ഞാൻ ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ്. ഇതങ്ങനെയല്ല, ഇതൊരു ടീം വർക്കാണ്. എന്റെ അപ്ലൈന് എന്റെ കൂടെ ഉണ്ട്. നമ്മൾ പോകുന്ന ഡൗൺലൈൻസ് നമ്മളെ കൂടെ നിർത്തിയിട്ട് നമുക്ക് ടീം വർക്കായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ആ ഒരു സമയത്ത് ഈ 35,000 രൂപ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത സമയത്ത് ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് ഇവളെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു അറിവ് മൂപ്പർക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ അത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ 1 ലാഖിന്റെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാന് നമ്മളുടെ TC കോൺക്ലേവിലേക്ക് TC ആവണമെന്ന് ഞാൻ തീരുമാനം എടുത്തു. ആ സമയത്ത് എന്റെ ഡൗൺലൈൻസ് ആരും ഇല്ലായിരുന്നു. അതെനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പോകും, നമ്മളിതുവരെ പുറത്തൊന്നും പോവാത്തോണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഹസ്ബൻഡിനൊക്കെ വിളിച്ചു വരുത്തിയിട്ടും ഒരുപാട് സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാണ്, ഹസ്ബൻഡിനെ ഞാൻ ആദ്യം തന്നെ ഗൾഫിലാണ്, ആളോട് തിരിച്ച് നാട്ടിലേക്ക് വരാനാണ് ആദ്യം പറഞ്ഞത്. വയനാട് പോയിട്ട് 2 ദിവസം നിൽക്കാന്നൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരിക്കലും അയക്കൂല. അപ്പൊ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഫുള്ള് ചെലവ് ഞാൻ എടുത്തോളാം, നിങ്ങൾ കൂടെ വന്നാൽ മതി എന്നുള്ളതാണ്. അതുപോലെ ഫുൾ ചെലവ് എടുത്തിട്ട് മക്കളൊക്കെ കൂട്ടിയിട്ട് എനിക്ക് 1 വയസ്സുള്ള ഒരു കുട്ടിനെയും കൊണ്ടാണ് ഞാൻ അന്ന് വയനാട് തണുപ്പത്ത് പോയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ആ ഒരു സമയത്തേക്ക് TC ആയി ഞാൻ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരുടെ ഹസ്ബൻഡ് വന്നത് കൊണ്ട് ഇന്നും ആ ഒരു RTP പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം അതെന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പുറത്തുനിന്ന് കേൾക്കുന്നതല്ല, ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി, മക്കൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പൊ ഇതൊക്കെ സാധ്യമാവണമെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വരിയെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വരും ചെയ്തു. എനിക്ക് TC ആവാൻ പറ്റിയില്ല, ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഫെയിൽ ആണല്ലേ. അപ്പൊ അതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും നമ്മളൊരു ക്രിയേറ്റർ ആയിട്ട് മാറണം. നമ്മുടെ സക്സസ് നമ്മൾ തന്നെ ക്രിയേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലോയാലിറ്റി ഒക്കെ. ഞാൻ DTC തൊട്ടിട്ട് STC വരെയുള്ള ഒരൊറ്റ ലോയാലിറ്റി ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ട് തന്നെ ഇന്നിപ്പോ നമ്മളുടെ ടീമിലുള്ള 2 ഓർഗനൈസേഷനിലും കൃത്യമായിട്ട് അഷ്റഫ് അലി സാറും ഹസീനമ്മയുടെ ഒക്കെ ലോയാലിറ്റി അടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണിച്ചു കൊടുത്ത അതേ വഴി തന്നെയാണ്. അപ്പൊ ഞാനത് കണ്ടത് എവിടുന്ന ജുനൈദ് സാറിൽ നിന്നാണ്. അങ്ങനെ ഇത് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ലീഡേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ച് കൊടുക്കണം. ആ ഫാമിലിയിലാണെങ്കിലും നമ്മളുടെ ഡൗൺലൈൻസിന്റെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ വലിയ രീതിയിലുള്ള നമ്മളുടെ അച്ചീവ്മെന്റ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്തിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തൊരു അക്ഷരമാണ് A എന്നുള്ളത്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷനിൽ നമ്മൾ D പറഞ്ഞു,
യു പറഞ്ഞു, പി പറഞ്ഞു, എല് പറഞ്ഞു, ഇനി അടുത്ത അക്ഷരം അയ്യും പറഞ്ഞു അല്ലെ, സി പറഞ്ഞു, ഇനി അടുത്ത അക്ഷരമാണ് എ എന്നുള്ളത്. ആസ്ക് എന്നുള്ളതാണ്. അതായത് എ എന്നുള്ള അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു മടിയുള്ള ഒരു കാര്യമാണ് അല്ലെ, ചോദിച്ചാൽ എന്ത് വിചാരിക്കും. ഇപ്പൊ ഒരു ടീമിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്, അപ്പൊ അതിൽ നമുക്ക് സംശയം ഉണ്ടോ, മനസ്സിലായോ എന്ന് ചോദിക്കും. നമ്മളെല്ലാവരും മനസ്സിലായി എന്ന് പറയും അല്ലെ. അപ്പൊ എന്നാ അതൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞാലോ നമുക്ക് പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിലൊക്കെ നമുക്കൊരു ചമ്മലാണ്. ഇത് ചോദിച്ചാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അത് പൊട്ടത്തരായി പോവോ, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ അത് പൊട്ടത്തരാണെങ്കിലും അല്ലെങ്കിൽ അതില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള ചോദ്യത്തെ അതിനെ കൺവിൻസ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോകരുത്. ഞാനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ജുനൈ സാറിന്റെ അടുത്ത്, ഉസ്മാൻ സാറിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അതുവരെ ഒന്നും ചെയ്യാതെ ഒരു ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്നു. കൂടുതൽ എന്താ പറയാ, അന്നത്തെ ഒരു ജീവിതം അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. അങ്ങനെ വീടിന്റെ ഉള്ളിൽ മാത്രം നിന്നിട്ടുള്ള കുട്ടികളെയൊക്കെ നോക്കി ആ ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ അവിടുന്ന് നമ്മള് വലിയൊരു ലോകത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്നും, അല്ലെങ്കിൽ നമ്മള് നല്ല അറിവുള്ളവരാണെന്ന് ഫാമിലിയിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളടുത്ത് ഒരുപാട് ഉപദേശങ്ങളാണ് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് മരുന്നാട്ടോ, ഉള്ളിലേക്കൊന്നും കൊടുക്കരുത് കേട്ടോ, ഈ പുറത്തുള്ളതൊക്കെ എന്താ വെച്ചാൽ വേണമെങ്കിൽ വിറ്റോ, ഉള്ളിലേക്കുള്ളതൊന്നും കൊടുക്കരുത് കേട്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലൊക്കെ നമ്മൾ എന്താ ചെയ്യാ. അപ്പൊ അങ്ങനെയാണില്ല, എന്നാ ശരി നമുക്ക് നിർത്താം. ഞാനും അങ്ങനെ നിർത്തി. ഞാൻ എന്നിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് രാത്രി വിളിച്ചപ്പോ പറഞ്ഞു, എനിക്കത് പറ്റൂല, പോലീസൊക്കെ പിടിക്കൂത്തരെ, നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത്, ഇതിന്റെ പേരിൽ പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞാൻ പൊയ്ക്കോണ്ട്, ഇതിന്റെ പേരിൽ അന്നെ ഒരിക്കലും പോലീസ് പിടിക്കൂല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പേടി ഒരിക്കലും കരുതണ്ട. അത് അവനെ കളിയൊക്കെ ചെയ്ത് എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ്, ഞാൻ അന്നേ എന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഉള്ളിൽ നിന്നൊരു ആവേശം പുറത്തു വരുമല്ലോ, അപ്പൊ നമ്മൾ ഓക്കെ ആവും. പിന്നെ നമ്മൾക്കുള്ള സംശയങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്ന സംശയം എപ്പോഴും ജുനൈർ സാറിന്റെ അടുത്താണെങ്കിലും ഉസ്മാൻ സാറിന്റെ അടുത്താണെങ്കിലും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുക, അതായത് നമുക്കത് കൺവിൻസ് ചെയ്തെങ്കിലല്ലോ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളിത് തീരുമാനിച്ച് നമ്മളാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ചോദ്യങ്ങളെ, നമുക്കുള്ളിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ചോദ്യങ്ങളെയൊക്കെ എന്ത് ചെയ്യണം, നമ്മള് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് മുമ്പോട്ട് പോകണം. അതിനൊരു മടിയും വിചാരിക്കേണ്ട. കാരണം എല്ലാരും ഒരേ വഴിയിലൂടെയാണ് പോവുക. 1ാം ക്ലാസ് പഠിച്ചിട്ട് തന്നെയാണ് 2ിൽക്കും 3ിൽക്കും ഒക്കെ എത്തിയിട്ട് 10ാം ക്ലാസ്സിലേക്ക് എത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ലീഡേഴ്സ്. എല്ലാവരും കടന്നു പോകുന്ന വഴികൾ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ യാതൊരു വിഷമവും കരുതണ്ട. കാരണം അതിന് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് ഓരോ ലീഡേഴ്സും. അപ്പൊ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മടിയും വിചാരിക്കാതെ നമുക്കുള്ളിലുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയിട്ടായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോവേണ്ടത്. ഇനി അടുത്തൊരു അക്ഷരാണ് ടി. ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ്ങുകൾ ആണ്. മെയിനായിട്ട് ട്രെയിനിങ്ങുകൾ, ടീച്ചിങ്ങും വരുന്നുണ്ട്. അപ്പൊ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പാർട്ടി പി ആവട്ടെ, MDO ആവട്ടെ, ഒരുപാട് മീറ്റിങ്ങുകൾ, നമുക്ക് ട്രെയിൻ പ്രോഗ്രാമുകൾ നമുക്ക് സക്സസ്ഫുള്ളി ഗ്ലോബല് നടത്തി വരുന്നുണ്ട്. ഈ ഇത്ര പ്രോഗ്രാമുകൾ നമ്മൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് ഒരുപാട് റിസ്ക് ഉണ്ടാവും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. പങ്കെടുക്കാതിരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ടാവും. നമുക്കൊക്കെ ഒരുപാട് അനുഭവം ഉള്ളതാണ്. ഞാനൊക്കെ MDO പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദവനാട് അഫ്സർ സാറ് വീട് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ കോട്ടക്കൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ദൂരം നമ്മൾ MDO പ്രോഗ്രാം ഇപ്പോ അഷ്റഫ് അലി സാറിന്റെ ടീമിലൊക്കെ പട്ടാമ്പി ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ പറ്റി വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അത്. കാരണം നമ്മൾ ഒറ്റയ്ക്കൊന്നും യാത്ര ചെയ്തിട്ടില്ലായിരുന്നു, ലേറ്റ് ആയിട്ട് വീട്ടിൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ വന്നപ്പോ തന്നെ നമുക്ക് ഒരുപാട് റിസ്കുകൾ നമുക്ക് ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നുണ്ടാവുക, അതല്ലെങ്കിൽ കുട്ടിനെ നോക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് റിസ്കുകൾ നമ്മൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ എവിടെയാണെങ്കിലും നമ്മൾ അത് അറ്റൻഡ് ചെയ്യാം. അവിടുന്ന് പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ടീമിലേക്ക് ടീച്ചിങ് നടത്തേണ്ടതായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ഒരിക്കലും നമ്മളെ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യരുത്. അല്ലെങ്കിൽ എന്താ പറയാ, ഇസ്മാൽ സാർ എപ്പോഴും പറയാറുണ്ട്, പറയുന്നത് ചെയ്യുന്നത് പറയാ അല്ലെ. അതാവണം ഒരിക്കലും നമ്മൾ ചെയ്യാത്ത കാര്യം അല്ലെങ്കിൽ
ഇങ്ങോട്ടായിക്കോട്ടെ ഇങ്ങോട്ടായിക്കോട്ടെ അങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഒരിക്കലും ട്രെയിനിങ്ങുകൾ മിസ്സാക്കരുത്. ഏത് ട്രെയിനിങ് ആണെങ്കിലും, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിലും, NDO ആണെങ്കിലും, ഏതൊക്കെ ലീഡേഴ്സ് എവിടേക്കൊക്കെ ഏതൊക്കെ പ്രോഗ്രാമിന് വിളിക്കുന്നുണ്ടോ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ട്രെയിനിങ് ആണ്, പ്രോഗ്രാമുകളാണ് നമ്മളുടെ 5 ഫിംഗേഴ്സിൽ നമുക്കറിയാലോ അല്ലെ, നമ്മളുടെ സെന്റർ വയറിൽ പറയുന്നത് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസിന് വളരെ വലിയ വാല്യൂ ഈ ഒരു അവസരത്തിലുണ്ട്. ഇനി അടുത്തൊരു അക്ഷരം വരുന്നത് എന്താണ്? ആണ്. ഒരു അയ്യും കൂടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മളോട് പറയുന്നത് ഇഗ്നൈറ്റ് എന്നുള്ളതാണ് അല്ലെ. നമുക്കിത് മനോജ് സാർ നടത്തി തരുന്ന പ്രോഗ്രാം നമുക്ക് അറിയാം, ഇഗ്നൈറ്റ് എന്നുള്ളത്. അപ്പൊ ഈ ഇഗ്നൈറ്റ് നമ്മൾക്കുള്ളിലുള്ള ആവേശത്തെ നമ്മളാണ് കത്തിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു ആവേശം വേണം. ആ ഒരു ആവേശം കണ്ടിട്ട് അത് പലപ്പോഴും നമ്മുടെ ടീം, നമ്മള് മനോജ് സാറിന് എപ്പോഴും പറയാറുണ്ട്, മുബീൻ സാറുടെ കൂടെ മനോജ് സാറ് വരാനുള്ളൊരു കാരണം മുബീൻ സാറിലുള്ള ആ ഒരു ആവേശമായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലെ. ഇതുപോലെ ആവണം നമ്മളും. നമുക്കുള്ളിൽ വലിയൊരു ആവേശം ആളി കത്തിക്കൊണ്ടാവണം നമ്മൾ ഓരോ പ്രോസ്പെക്റ്റിന്റെ അടുത്തും പോവേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടീമിന്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും എന്താ പറയാ കത്തിജ്വലിക്കുന്ന ഒരാളായിട്ട് മാറണം. നമുക്കുള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾക്ക് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ക്ലാസ് ഒക്കെ എടുക്കാൻ പറയുന്ന സമയത്ത് ഒരു ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തത് എന്താണ്, നമ്മൾ റിഹേഴ്സൽ ചെയ്ത് പറഞ്ഞ് നമുക്കുള്ളിലുള്ള ആ ഒരു ഇതൊക്കെ മാറി വന്നത് നമുക്കിത് ഇങ്ങനെ പിന്നെ നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ടും ഒക്കെ തരുന്ന സമയത്ത് നമുക്കുള്ളിൽ തന്നെ വളരെ ആവേശം വരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ആവേശം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രോഗ്രാമിലും വരേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മോട്ടിവേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ സാധാരണക്കാരാണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡെസ്പായി പോകുന്നൊരു സമയം വരുമ്പോ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ പലപ്പോഴും പല സിറ്റുവേഷൻസിലൂടെയും കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടാകും. എങ്കിലും അവിടെ നിന്നും നമുക്ക് ആളിക്കത്തുന്ന ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ വേണം. അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്രീം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ ഡ്രീമിലേക്കാവണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ആവേശം ഉണ്ടാവുന്നുണ്ടാവുള്ളൂ. അപ്പോ ഇതുവരെ ഡ്രീംസ് ഒന്നും സെറ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ശക്തമായ ഡ്രീം സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വേണം നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പൊ നമുക്കുള്ളിലുള്ള ആവേശം നമ്മൾ തന്നെ കൂട്ടണം. ഇനി അടുത്ത അക്ഷരം വരുന്നത് O ആണ്. ഓൻ്റെ ഉദ്ദേശിക്കുന്ന ഓപ്പൺ മൈൻഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ ഓപ്പൺ ചെയ്ത് വെക്കണം. അതായത് മനസ്സിൽ ഒന്ന് വെക്കുക. ഇപ്പൊ നമ്മളുടെ ലീഡേഴ്സ് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ നമ്മൾ കട്ടക്കുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതിന് കഴിഞ്ഞാ അവർ പറയും പോലെ നല്ല കാര്യത്തിലേക്ക് എത്തി വെക്കണ്ടേ, അപ്പോഴല്ലേ അറിയുള്ളൂ. ആ ഒരു മനോഭാവം പാടില്ല. നമ്മളൊരു ടീം വർക്കാണ്, നമ്മളെല്ലാവരും ഒരേ ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെപ്പോഴും ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കണം. ഒരു മനസ്സിൽ 2 കാര്യങ്ങൾ വെച്ചിട്ടാവരുത് നമ്മുടെ പ്രവർത്തനം. മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് പറയണം. അതുപോലെ തന്നെ മെന്ററുടെ അടുത്തൊക്കെ നമ്മള് പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ പറയണം. നമ്മളെ കുറിച്ചിട്ടുള്ളത് അവർക്ക് അറിഞ്ഞെങ്കിലേ ഉള്ളൂ അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ലീഡേഴ്സിന് അല്ലെങ്കിൽ മെന്റർക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അവിടെ നിന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മനസ്സ് എന്താ പറയാ ഓപ്പൺ ആക്കാതെ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോരരുത്. പറയാനുള്ള കാര്യങ്ങൾ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ആയിട്ട് പറയണം. അപ്പൊ അത് പറയുമ്പോ ഭയങ്കര ഓപ്പൺ ആയിട്ട് അങ്ങനെ അതല്ല, നമ്മുടെ ചിട്ടയായ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. അടുത്തൊരു അക്ഷരം വരുന്നത് N ആണ്. അവസാനത്തെ അക്ഷരം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളതിൽ അവസാനത്തെ അക്ഷരം N ആണ്. ഈ N കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ്സ് എന്നാണ്. അതായത് നമ്മൾ നെഗറ്റീവ്സിന്റെ ഇഷ്ടം പോലെ വരില്ല. ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ്സിന്റെ ഒരു പൂരമായിരിക്കും. അപ്പൊ ആ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ, അവിടെ നിന്നും പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഓടി പോവുക. അതായത് അവിടെ നിൽക്കേ ചെയ്യരുത്. നമ്മളെ തളർത്തുന്ന ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും നമ്മൾ നിൽക്കരുത്. അങ്ങനത്തെ ഒരു കോളാണോ, അങ്ങനത്തെ ഒരു ആളാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ അപ്പോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അതാവും നല്ലത്. അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് പറയുന്ന ഒരു
പിന്നെ കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾ ചെല്ലാതിരിക്കുക, അവരിൽ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനൊക്കെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫാമിലിയിൽ ഏറ്റവും ആവശ്യമുള്ള ഒരാളായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു, ഞാൻ എല്ലാവരുടെ കാര്യത്തിലും കൂടെ പോകുമായിരുന്നു. എന്ത് ആവശ്യമാണെന്നുണ്ടെങ്കിലും പുറത്തു പോകുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിന് വിളിച്ചാലും, ഹോസ്പിറ്റലിൽ പോകാനാവട്ടെ, ഷോപ്പിങ്ങിനാവട്ടെ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ ഫംഗ്ഷൻസിനും ഒക്കെ ഞാൻ പോകുമായിരുന്നു. യാത്ര ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ബിസിനസിൻ്റെതായിട്ടുള്ള ഇഷ്ടംപോലെ യാത്രകൾ നമ്മൾ കണ്ടു, ഇഷ്ടംപോലെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് ഫംഗ്ഷൻസ് കിട്ടി. അതൊക്കെ ആയപ്പോ നമ്മൾ എന്ത് ചെയ്തു, മെല്ലെ ഇതിലേക്ക് മാറിയ സമയത്ത് ഭയങ്കര നെഗറ്റീവായി. അവള് ഭയങ്കര ബിസിനസ്സുകാരിയാണ്, നമ്മളെ ഒന്നും ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിലൊന്നും നമ്മൾ ആദ്യം നേരത്തെ ആക്റ്റീവ് ആയിരുന്നു, വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആക്റ്റീവ് അല്ലാത്തപ്പോ നമ്മളെ പറ്റി പലതും പറയുന്നവരുണ്ടായിരുന്നു. വളരെ നെഗറ്റീവായിട്ടൊക്കെ നമ്മളെ പറ്റി പറയുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്കൊന്നൊരു പ്രശ്നമല്ല. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുക. നമ്മൾ പോസിറ്റീവ് ആക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ഒരു കാലത്തും നമ്മളുടെ ഗുണം ആഗ്രഹിച്ചിട്ടല്ല പറയുന്നത്. അവര് നമ്മളെ മാക്സിമം തളർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോ നമ്മളുടെ പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാവും. അപ്പൊ അവരുടെ ബിസിനസിന്റെ കാര്യത്തിൽ അകൽച്ച പാലിക്കുക മാത്രം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ കണക്ഷനൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുക. തെറ്റി നടക്കുക എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിലേക്ക് അവരുടെ ഒരു അഡ്വൈസും എടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ബിസിനസിനെ കുറിച്ച് നെഗറ്റീവ് അവർ പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുക. അത് പറ്റുന്നില്ല എങ്കിൽ നെവർ മൈൻഡ്, അവർ പറയുന്നത് അവിടെ അങ്ങനെ പറഞ്ഞോട്ടെ. നമുക്ക് നമ്മളുടെ വഴിയിലൂടെ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അത് നമ്മൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഈ ഒരു ബിസിനസ്സിൽ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് വളരെ മസ്റ്റ് ആണ്. ആ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്ഷരങ്ങളിലൂടെ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യത്തെ അക്ഷരം ഡിസിപ്ലിൻ വേണം നമുക്ക്. പിന്നെ നമ്മളുടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ അപ്ലൈനും ഡൗൺലൈനും ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണം. അടുത്തൊരു അക്ഷരം വരുന്നത് പി ആണ്, പ്ലാനിങ് നമുക്ക് വേണം. നമ്മൾ ലേണിങ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, നമ്മളുടെ വാണ്ട് നീഡ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നുള്ളത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം കാണിക്കണം. നമ്മളെ മനസ്സിനെ ചോദ്യങ്ങളിലുള്ള ഉത്തരങ്ങൾ ആയിട്ട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. എന്നുള്ളത് ട്രെയിനിങ് ആൻഡ് ടീച്ചിങ് ആണ്. എന്നുള്ളത് ഇഗ്നൈറ്റ്, നമ്മളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങളെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ആളിക്കത്തിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വരുന്നത് ഓപ്പൺ മൈൻഡ് എന്നുള്ളതാണ്. നെഗറ്റീവ് നിന്നും അകലുക എന്നുള്ളത്, അതല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ബിസിനസ് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുന്നുണ്ടാകും. ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോ, എനിക്ക് 4 മക്കളാണ്. മൂത്ത ആള് SSLCക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ വളരെ എതിർപ്പായിരുന്നു. കുട്ടിന്റെ കൂടെ നമ്മൾ ഇരിക്കുന്നില്ല, കുട്ടിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അൽഹംദുലില്ലാഹ് അവള് ഫുൾ A+ഓട് കൂടിയിട്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴിക്ക് വിടാൻ നമുക്ക് പറ്റണം. ചെറിയ കുട്ടിക്ക് 1-1.5 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വലിയ വലിയ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ റിസ്ക് എടുത്തതുകൊണ്ട് ഇന്ന് എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വലിയ രീതിയിലുള്ള ഫീൽഡ് വർക്കിനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഞാൻ അന്നെടുത്ത റിസ്ക് കൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ എന്താ പറയാ ഡെഡിക്കേഷൻ, അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മൾ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം. ഈ ഒരു അവസരത്തിൽ അന്ന് ഞാൻ എടുത്ത ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അന്ന് എടുത്തിട്ട് റിസ്കിന്റെ ഭാഗമായിട്ട് ഇന്ന് എനിക്ക് എൻ്റെ 2 ഓർഗനൈസേഷനിലും SGCകളെ ക്രിയേറ്റ് ചെയ്യാൻ അഷ്റഫ് അലി സാറെ പോലത്തെ ആളുകളൊക്കെ നമ്മളുടെ ടീമിൽ വരാൻ വേണ്ടിയിട്ട് പറ്റിയത്. അതുപോലെ ജസീല മാഡം, TCR സിന മാഡം, DTC ഒരുപാട് ആൾക്കാർ, DTC ആൻഡ് ബുക്ക് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ എന്നെക്കാളും കഴിവും പ്രാപ്തിയും പിന്നെ സ്കില്ലൊക്കെ ഉള്ള ഒരുപാട് ആളുകളെ നമ്മളുടെ ടീമിലേക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മളെടുത്ത
റിസ്ക് തന്നെയാണ്. നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് ദൈവം തരുന്നുണ്ടാകും. ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ എന്താ പറയാ മനസ്സിലൊന്ന് വെച്ച് വേറൊരു പ്രവർത്തനം അങ്ങനെയൊന്നും പാടില്ല. വളരെ സന്തോഷമായിട്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരാണ്ട് കാരണം ഹാപ്പി ആയിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്ത് ചെയ്യാം. ഞാൻ വളരെ എൻജോയ് ചെയ്തു ഇതിന്റെ ഓരോ പ്ലാറ്റ്ഫോമും വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നുള്ളത്. കാരണം നമ്മളെ വീട്ടില് പ്രത്യേകിച്ച് ഒന്നും ആരുമില്ല, കൂടുതൽ ആൾക്കാരൊന്നുമില്ല, നമ്മുടെ മക്കൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളുകളാണ്. പക്ഷെ നമ്മൾക്ക് മൈ ലൈഫിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത്, ഏത് പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യും. അതിനുള്ള കാരണം ഞാൻ അത് ആഗ്രഹിച്ചിട്ടാണ് ഈ ബിസിനസ്സിൽ നിലനിന്നിട്ടുള്ളത്. അതിനുള്ള സാഹചര്യങ്ങൾ എനിക്ക് മതിയാവോളം ഈ ഒരു അവസരത്തിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നും പറയും ഇന്ന് ജീവനോടെ ഇരിക്കാൻ തന്നെ കാരണം ഈ ഒരു സക്സസ്ഫുറി ഗ്ലോബൽ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷനോട് കൂടി അസോസിയേറ്റ് ചെയ്താണെന്ന് ഞാൻ പറയും. അസോസിയേഷൻ വളരെ വലിയ പ്രാധാന്യമുണ്ട് അല്ലെ. നമുക്ക് ഇതൊരു വളരെ ഞാൻ പറഞ്ഞല്ലോ ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കഴിവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഈ ബിസിനസ്സിന് മുമ്പോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എടുക്കേണ്ട എഫേർട്ട്, നമ്മൾ എടുക്കേണ്ട വർക്ക് അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ചെയ്യുന്ന വേണം. അത് ഏത് രീതിയിലാണ് ഓരോരുത്തർക്കും വ്യത്യാസമാവും, ഓരോരുത്തരുടെ എഫേർട്ടും വ്യത്യാസമാവും. ചിലപ്പോ ചില ആൾക്കാർക്ക് പിന്നെ എന്താവും ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത് അതും വലിയൊരു എഫേർട്ടായിട്ട് തോന്നുന്നുണ്ടാകും. ചില ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അതൊരു എഫേർട്ടാവും. ആണുങ്ങളൊക്കെ ആണെങ്കിൽ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാന്നുള്ളത് ഒരു എഫേർട്ടാവും. അങ്ങനെ ഒരുപാട് എഫേർട്ടുകൾ പല ആളുകൾക്കും പല രീതിയിലാവും. പക്ഷെ ആ എഫേർട്ട് നമ്മൾ എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ സക്സസ് നമ്മളിലേക്ക് വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നേരത്തെ എന്നുള്ള അക്ഷരം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ബിസിനസ്സിനെ വളരെ ശക്തമായ നെഞ്ചിലേറ്റിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. വലിയ വിജയങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ലീഡേഴ്സ് പറയുന്നത് അത് മനസ്സാ വാച കർമ്മണ അനുസരിക്കുക. എക്സസ് എന്നുള്ള വലിയൊരു പ്രോഗ്രാം നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. അതിന് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ വേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് അതിന് വേണ്ടത് അതെല്ലാം നമ്മൾ വളരെ ഇനീസിയേഷൻ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ആളി കത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനെല്ലാവർക്കും പറ്റട്ടെ. ഒരിക്കൽ കൂടി ഈ ഒരു അവസരം തന്ന സക്സസ്ഫുറി ഗ്ലോബലിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനോടും എൻ്റെ മെന്റർ ഇസ്മാൽ സാറോടും എല്ലാ ലീഡേഴ്സിനോടും അപ്ലൈൻസിനോടും നമ്മുടെ ടീംസിനോടും ലവ്ലിൻസിനോടും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ ഒരു അവസരത്തിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു ഓൾ. പ്രോഗ്രാം കൺക്ലൂഡിംഗ്.